ഹലോ അങ്ങനെ ദേ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിഷ് വാഷില്ലേ, പാത്രം കഴുകുന്ന ഡിഷ് വാഷ് അത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ചേർത്തലയിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ തന്നെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പം മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കലക്കിയാണ് എടുക്കുന്നത്. അപ്പം നമുക്കൊരു 10 കുപ്പിയോളമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി, നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഒരു 3-4 സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു കല്ലുപ്പുണ്ട്, കല്ലുപ്പിൻ്റെ രൂപത്തിലുള്ളതുണ്ട്, പിന്നെ ഒരു മണത്തിനുള്ളതുണ്ട്, കളറിനുള്ളതുണ്ട്, പിന്നെ ഇത്തിരി കട്ടി കൂട്ടാനുള്ളതുണ്ട്. അങ്ങനത്തെ ഒരു 500 ml വെള്ളം എടുത്ത് അത് വെള്ളത്തിൽ കല്ലുപ്പ് ആദ്യം കാസ്റ്റിക് സോഡ, ഏകദേശം ഒരു കല്ലുപ്പ് പോലുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ ആ സാധനം നമ്മൾ 500 ml വെള്ളത്തിൽ അങ്ങോട്ട് നല്ലോണം ലയിപ്പിച്ചിടണം. അപ്പോൾ അത് തനിയെ അങ്ങോട്ട് ചൂടാവും. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അടിയിൽ പാത്രത്തിൻ്റെ ബക്കറ്റിൻ്റെ അടിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ചൂടായിട്ടിരിക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള ബക്കറ്റിൽ വേണം നമുക്കിത് കലക്കാനായിട്ട്. നേരിയതായിട്ടുള്ള കലക്കി കഴിയുമ്പോൾ പാത്രം പൊട്ടിപ്പോകും. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം കലക്കാനായിട്ട്. അപ്പോൾ അടുത്ത ഒരു ബക്കറ്റിൽ വേറൊരു 500 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് തന്നെ വെളുത്ത പൊടി അതും കലക്കി വെക്കണം. പിന്നെ മണത്തിനുള്ള സാധനങ്ങൾ, പിന്നെ 7 ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ കളറ് ഉണ്ടായില്ലേ. അപ്പോൾ ഇത് നമുക്ക് മഞ്ഞ കളറാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ റെഡ് കളറാണെന്ന് തോന്നും, പക്ഷേ അത് റെഡ് കളറല്ല, മഞ്ഞ കളറാണ്. അപ്പോൾ ആ മഞ്ഞ കളറും ഒന്ന് ലയിപ്പിച്ചെടുക്കണം. പല കളറുണ്ട് കേട്ടോ, റെഡ് ഉണ്ട്, പച്ചയുണ്ട്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ. അപ്പോൾ ഓരോ കളറും പറഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ ഓരോ കളർ കിട്ടും. ഇതിപ്പോൾ മഞ്ഞ കളറാണ് കണ്ടോ, മഞ്ഞ കളറ് നമ്മൾ പൊടി ഇടുമ്പോൾ തന്നെ മഞ്ഞ കളറായി. അങ്ങനെ മഞ്ഞ കളറ് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ഇത് 3 ബക്കറ്റും മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മൾ 7 ലിറ്റർ വെള്ളം ആവശ്യാനുസരണം വെള്ളം എടുത്തിട്ട് അത് വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വെക്കുക. അപ്പോൾ ഞാൻ കുപ്പിയിലാണ് 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് അതിലാണ് ഞാൻ വെള്ളം നിറച്ച് 7 കുപ്പി എടുത്ത് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അളവ് കറക്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ 7 ലിറ്റർ വെള്ളം അത് അങ്ങനെ എടുത്ത് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ വെള്ളവും കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ കളർ വെള്ളവും കലക്കി ഒഴിക്കണം കേട്ടോ, അതേ നല്ലോണം അടിയിലേക്ക് വരും. അപ്പോൾ ഊറി വരുന്നതാണേ, അതങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ രൂപത്തിൽ കലക്കിയില്ലേ, അത് നല്ലോണം ആറിയതിന് ശേഷം, തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം ആറിയതിന് ശേഷം ഒഴിക്കുക. പിന്നെ നമ്മുടെ പൊടിയിൽ കലക്കിയില്ലേ, പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ആരും ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യാൻ നിൽക്കരുത്, കൈ തൊടാൻ നിൽക്കരുത്. ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കും, ചിലർക്ക് തൊലി പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ മണത്തിന് വേണ്ടിയിട്ടുള്ള ആ കുപ്പിയിലുള്ള എസൻസ് അതും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുക. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ജാറിലെ നമ്മുടെ 1 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിൽ നമുക്കൊരു പച്ച കളറിലെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കുപ്പി, അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു വടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തത്. അപ്പോൾ അതെല്ലാം കൂടി കുപ്പി അതാണ് ഇതിന് കട്ടി കൂട്ടുന്നത്. അപ്പോൾ അത് ഒഴിക്കുന്ന അനുസരിച്ച് ഇളക്കി നല്ലോണം യോജിപ്പിക്കണം. കണ്ടോ, നല്ല മഞ്ഞ കളറിലായിട്ട് എല്ലാം നല്ല മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര നല്ലോണം ഇളക്കുന്ന അനുസരിച്ച് ഈ സാധനം നല്ല കട്ടിയാവും. ഞാനിത് ഇത്രയും കുപ്പിയാണ് കിട്ടിയത്, പക്ഷേ എന്നാലും വേറൊരു ബക്കറ്റോളം ഞാനിത് കഴുകി എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടാറ്റാ.